നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 78ാം സ്വാതന്ത്ര്യദിന നിറവിൽ നാടെങ്ങും ആഘോഷ പരിപാടികൾ. കലക്ട്രേറ്റ് മൈതാനിയിൽ പതാക ഉയർത്തി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. സ്കൂളുകളിലും ആഘോഷ പരിപാടികൾ. അഴീക്കോട് മണ്ഡലത്തിലെ വായനശാലകൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുസ്തകങ്ങൾ നൽകുന്നത് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് 17 ഗ്രന്ഥശാലകൾക്ക് കൈമാറിയത്. മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നൽകി. ആസാദി പുരസ്കാര സമർപ്പണം നടന്നു. പുരസ്കാരം കലാ, സാംസ്കാരിക, സാമൂഹിക, മാധ്യമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. ചടങ്ങിൽ സ്വാതന്ത്ര്യദിന സന്ദേശവും കൈമാറി. PP ദിവ്യയ്ക്കും ഷമാ മുഹമ്മദിനും പുരസ്കാരങ്ങൾ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിന നിറവിൽ. ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. ധീരയായ നിരവധി പേരുടെ ത്യാഗത്തിന്റെ ഫലമായാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ ഭാരതം അതിന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ലോകത്തിൻ്റെ തന്നെ സചേതനമായ ശ്രദ്ധാകർഷിച്ചുകൊണ്ടാണ്. നമ്മുടെ അർഹമായ ഭരണഘടന, ജനാധിപത്യ മൂല്യങ്ങൾ, മതേതരത്വം, സാഹോദര്യം, സൗഹൃദം തുടങ്ങി ഉത്കൃഷ്ടമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് എത്തിക്കുന്ന ഒരു മഹാരാജ്യം, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയിട്ടുള്ള ധീരോദാത്തരായ രക്തസാക്ഷികൾ, പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരുടെയും പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുകയാണ്. സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്തു നിന്നാണ് സംഭാവന ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 22 പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരന്നു. പരേഡിന് അകമ്പടി താളമൊരുക്കുന്നത് നായിക് പി ചൗധരി നയിക്കുന്ന TSC ബാൻഡ് ട്രൂപ്പ്. പോലീസ്, എക്സൈസ്, വനംവകുപ്പ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവർ പരേഡിൽ അണിനിരന്നു. DSC സെന്റർ, സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ആർമി പബ്ലിക് സ്കൂൾ എന്നിവർ ബാൻഡ് മേളം ഒരുക്കി. KV സുമേഷ് MLA, കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, റൂറൽ SP ഹേമലത, DSC കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് നാഗ്ര എന്നിവർ സംബന്ധിച്ചു. എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി കച്ചേരിപ്പറമ്പ് ചാംസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെയും ക്ലബിന്റെ പഴയകാല സാരഥികളെയും ഉൾപ്പെടുത്തി സ്വാതന്ത്ര്യദിനാഘോഷ സദസ്സ് സംഘടിപ്പിച്ചു. ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ AK പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകമെമ്പാടുമുള്ള ഓരോ ഭാരതീയരും അഭിമാനപൂർവ്വം നടത്തുന്ന ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ നമുക്കും സാധിച്ചതിൽ നമുക്ക് ഏറെ അഭിമാനം കൊള്ളാം. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, മഹാത്മാഗാന്ധി മുതൽ അറിഞ്ഞോ അറിയപ്പെടാത്തതോ ആയ എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പൗരന്മാരുടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം.
മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് 1947 മുൻപ് ജനിച്ച പ്രദേശവാസികളെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ, കെ അരവിന്ദാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CP ജിഷ, CH നസീർ, EK രഞ്ജൻ, KK കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, EK അജിത് തുടങ്ങിയവർ സംസാരിച്ചു. വാരം UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഹെഡ് മിസ്ട്രസ് AO ശ്രീ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതു ചടങ്ങ് റിട്ടയേർഡ് സുബേദാർ AO മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിപ്പായി മ്യൂട്ടിനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ സംഘടിത വിപ്ലവമായിരുന്നു 1857 സിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ സിപ്പായി ലഹള. സിപ്പായി ലഹളയുടെ ലക്ഷ്യങ്ങൾ കുറച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും ബ്രിട്ടീഷുകാർക്ക് അവരുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരു അടിത്തറ ഇളക്കിയ ഒരു പ്രക്ഷോഭമായിരുന്നു 1857 സിപ്പായി മ്യൂട്ടിനി. നമ്മൾ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. റാണി ലക്ഷ്മിബായും അതുപോലെ താന്തിയ തോപ്പിയും ഒക്കെ ബീഗം ഹസ്രത്തുമാർ ഇവരൊക്കെ ഈ 1857 വിപ്ലവത്തിന് നേതൃസ്ഥാനം വഹിച്ച മഹത് വ്യക്തികളാണ്. PTA പ്രസിഡന്റ് MV ധനേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് AO ശ്രീ, ദേശീയ ദിനാഘോഷ കമ്മിറ്റി കൺവീനർ PK പൗർണമി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ സമ്മാന അർഹരായവർക്ക് മദർ PTA പ്രസിഡന്റ് അജിത P സമ്മാനദാനം നിർവഹിച്ചു. SRG കൺവീനർ M പ്രീന, സ്റ്റാഫ് സെക്രട്ടറി K തുഷാർ മാസ്റ്റർ, ബിനു E, MV പ്രീത, CO രഞ്ജിനി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നിരവധി കലാപരിപാടികൾ അരങ്ങേറി. പ്രച്ഛന്നവേഷ മത്സരം, പ്രസംഗ മത്സരം, ദേശഭക്തി ഗാന മത്സരം, ചിത്രരചന എന്നിവയും സംഘടിപ്പിച്ചു. 1000-ഓളം കുട്ടികൾ പങ്കെടുത്ത വർണ്ണശബളമായ ഘോഷയാത്രയും പരിപാടികൾക്ക് മികവേകി. സ്വാതന്ത്ര്യദിനാഘോഷം പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ അരുൺ ശങ്കർ ദേശീയ പതാക ഉയർത്തി. ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്തു. കൂടാതെ ജില്ലയിലുടനീളം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും നടന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 78ാം സ്വാതന്ത്ര്യദിന നിറവിൽ നാടെങ്ങും ആഘോഷ പരിപാടികൾ. കലക്ട്രേറ്റ് മൈതാനിയിൽ പതാക ഉയർത്തി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. സ്കൂളുകളിലും ആഘോഷ പരിപാടികൾ. അഴീക്കോട് മണ്ഡലത്തിലെ വായനശാലകൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുസ്തകങ്ങൾ നൽകുന്നത് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് 17 ഗ്രന്ഥശാലകൾക്ക് കൈമാറിയത്. മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നൽകി. ആസാദി പുരസ്കാര സമർപ്പണം നടന്നു. പുരസ്കാരം കലാ, സാംസ്കാരിക, സാമൂഹിക, മാധ്യമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. ചടങ്ങിൽ സ്വാതന്ത്ര്യദിന സന്ദേശവും കൈമാറി. PP ദിവ്യയ്ക്കും ഷമാ മുഹമ്മദിനും പുരസ്കാരങ്ങൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Arikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. നാടെങ്ങും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററും 78ാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമാക്കി. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ രാമദാസൻ പതാക ഉയർത്തി. ചടങ്ങിൽ രാജ്യസേവനത്തിനുള്ള ആദരവും നൽകി. സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതിലൂടെ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും ദേശീയ ബോധവും രാജ്യ താൽപര്യവുമാണ് വെളിവാകുന്നതെന്ന് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ രാമദാസൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരം 1943 അല്ലെങ്കിൽ 1900 തുടങ്ങിയതല്ല. കാരണം ബ്രിട്ടീഷുകാർ നമ്മളെ വന്ന് അടിമകളാക്കി ഭരിക്കുന്നതിന് മുന്നേ പല വിദേശ രാജ്യങ്ങളും നമ്മളെ ഇവിടെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭാരതത്തിൻ്റെ ആ മുഴുവൻ സമ്പത്തും കവർന്നു കൊണ്ടുപോകൽ മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ തനതായ പൈതൃകവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബഹുസ്വരതകളും എല്ലാം തല്ലിയൊടച്ച് വിഭജിച്ചാണ് ഭാരതത്തെ അവർ അടിമകളാക്കി ഭരിച്ചത്. അത് നാം ഒന്ന് ഓർക്കണം. അതിൽ നിന്ന് ഭാരതം സ്വാതന്ത്ര്യമാവുമ്പോൾ 608 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ തന്നെ കോട്ടയം രാജാവ്, ഇല്ലെങ്കിൽ കൊച്ചി രാജാവ്, തിരുവിതാംകൂർ രാജാവ്, ഇങ്ങനെ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല അവനവൻ്റെ പരിധിക്കുള്ളിലുള്ളത്, എന്നിട്ട് തമ്മിലടിക്കുക. ചടങ്ങിൽ വെച്ച് രാജ്യസേവനത്തിനുള്ള ആദരവായി ലഫ്റ്റനന്റ് കേണൽ രാമദാസനെയും റിട്ടയർഡ് ഹോണറ്റി ക്യാപ്റ്റൻ ലക്ഷ്മണനെയും റിട്ടയർഡ് സുബേദാർ ഷാജിയെയും ആദരിച്ചു. ഫാമിലി വെഡ്ഡിംഗ് ജനറൽ മാനേജർ റിയാഖത്തും ജലീലും ഷോറൂം മാനേജർ അഭിജിത്തും ചേർന്നാണ് ആദരവ് നൽകിയത്. HR മാനേജർ തീർത്ത, ഷോറൂം മാനേജർ അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കിഴുന്ന സൗത്ത് UP സ്കൂളിലെ കലാപ്രതിഭകൾ തോട്ടട ബസാറിൽ പരിപാടികൾ അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ലഹരി വിരുദ്ധതയുടെയും സന്ദേശം അറിയിച്ചുകൊണ്ട് ഫ്ലാഷ് മോബുകളാണ് അവതരിപ്പിച്ചത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം സതീഷ് ശ്രീമന്ദിരം ഉദ്ഘാടനം ചെയ്തു. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തുള്ള മഹാത്മാഗാന്ധി ശില്പത്തെ വലയം ചെയ്തുകൊണ്ടാണ് കുട്ടികൾ തോട്ടട ബസാറിലെത്തിയത്. വിദ്യാലയത്തിലെ ഫാത്തിമ, ഷദ, അവന്യ, ശിവാനി, ഷജ, ആവണി, അനാമിക, മെഹബിൻ, ആയിഷ, സൽവ, ആരാധ്യ, ഷിയാര, ആയിഷത്തുൽ സൽവ, ഷാസിയ, ജിസ്റ്റിലിയ, ഷസ, ആലിയ, ആയിഷ, ഷിഫാന, നജ എന്നിവരാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. MS ആനന്ദ്, ജനു ആയിച്ചാകണ്ടി, രവീന്ദ്രൻ കിഴുന്ന, R ബിന്ദു എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകരായ ഷിക TV, രമ്യ K, അനഘ, അനിൽകുമാർ, V സുധീർ ബാബു, CVK റാഷിദ്, സൗമിത് TK, ബൃന്ദ N, ആതിര K ബാബു, സുദിന, രഗിന K എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ JRC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവയവദാന ബോധവൽക്കരണ ക്ലാസ് നടന്നു. ലോക അവയവദാന ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ തസ്നീം ക്ലാസ് കൈകാര്യം ചെയ്തു. ഹെഡ് മിസ്റ്റർ ഷീജ മാവിലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് JRC കോർഡിനേറ്റർ ജിജിൽ മാസ്റ്റർ തന്റെ മുഴുവൻ അവയവങ്ങളും ദാനം ചെയ്തുകൊണ്ടുള്ള സമ്മതപത്രം കൈമാറി. അവയവദാനത്തിന് നല്ല മനസ്സ് മാത്രം പോരാ, ശാസ്ത്ര അവബോധവും ആവശ്യമാണ്. ആ ദൗത്യമാണ് JRC ഏറ്റെടുക്കുന്നതെന്ന് ജിജിൽ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. JRC കോർഡിനേറ്റർമാരായ ജിജിൽ മാസ്റ്റർ, ആതിര എന്നിവരോടൊപ്പം P ശ്രീജ ടീച്ചർ, മഹേഷ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. രാമഗുരു UP സ്കൂൾ 160ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പഴയകാല നാടക, സിനിമാ ഗാനാലാപനവും ഓട്ടംതുള്ളലും സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KV മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
നിനക്കെന്നാലത് അമ്പുകളില്ല നിനക്ക് ആഹാ അമ്പുകളില്ല നിനക്കെന്നാലത് അമ്പുകളില്ല നിനക്കെന്നാലില്ല നിനക്കെന്നാലത് നിന്റെ അമ്പുകൾ കൊണ്ട് വരുത്തിക്കൊള്ള അമ്പുകൾ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ അവസരം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ, മറ്റു സംസ്ഥാനത്തല്ല. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. PTA പ്രസിഡന്റ് N. രതീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. ഷിബു, സീനിയർ അധ്യാപകൻ വിജു MV, മദർ PTA പ്രസിഡന്റ് സനില ബിജു, PTA എക്സിക്യൂട്ടീവ് അംഗവും പബ്ലിസിറ്റി കൺവീനറുമായ GK സജേഷ്, പൂർവ്വ വിദ്യാർത്ഥിയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ രതീഷ് CC, സ്റ്റാഫ് സെക്രട്ടറി ഷീബ PV, പ്രധാന അധ്യാപിക ധനലക്ഷ്മി KP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് USS കുട്ടികൾക്കും LSS കുട്ടികൾക്കുമുള്ള സമ്മാനദാനവും നടന്നു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള അനുമോദനവും എൻഡോൺമെന്റ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. LSS കുട്ടികളെ 160-ാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ വിജേഷ് കെയും USS കുട്ടികൾക്കുള്ള സമ്മാനദാനം PTA പ്രസിഡന്റ് രതീഷ് എന്നും നിർവഹിച്ചു. പ്രധാന അധ്യാപിക KP ധനലക്ഷ്മി എൻഡോൺമെന്റ് വിതരണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് നടന്ന പഴയകാല നാടക, സിനിമ, ഗാനാലാപനവും അധ്യാപികയായ അശ്വതി ടീച്ചർ അവതരിപ്പിച്ചു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 78-ാം സ്വാതന്ത്ര്യദിന നിറവിൽ നാടെങ്ങും ആഘോഷ പരിപാടികൾ. കലക്ട്രേറ്റ് മൈതാനിയിൽ പതാക ഉയർത്തി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. സ്കൂളുകളിലും ആഘോഷ പരിപാടികൾ. അഴീക്കോട് മണ്ഡലത്തിലെ വായനശാലകൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുസ്തകങ്ങൾ നൽകുന്നത് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് 17 ഗ്രന്ഥശാലകൾക്ക് കൈമാറിയത്. മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നൽകി. ആസാദി പുരസ്കാര സമർപ്പണം നടന്നു. പുരസ്കാരം കലാ, സാംസ്കാരിക, സാമൂഹിക, മാധ്യമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. ചടങ്ങിൽ സ്വാതന്ത്ര്യദിന സന്ദേശവും കൈമാറി. PP ദിവ്യയ്ക്കും ഷമാ മുഹമ്മദിനും പുരസ്കാരങ്ങൾ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Aravikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. അഴീക്കോട് മണ്ഡലത്തിലെ വായനശാലകൾക്ക് നൽകുന്ന ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം ചിറക്കൽ ബാങ്ക് ഹാളിൽ നടന്നു. രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് വായനശാലയ്ക്ക് പുസ്തകങ്ങൾ നൽകിയത്. ഇതിപ്പോൾ പുസ്തകങ്ങളൊന്നും പുസ്തക രീതി വെക്കുന്നു. പബ്ലിക്കേഷൻ്റെ കടലാസാണ് അതിപ്പോൾ കാണാൻ നിങ്ങളോട് വാർത്ത നടത്തിയാൽ ഭക്ഷണം അപ്പോൾ പബ്ലിക്കേഷൻ വായിക്കും സാറേ. ഹെഡ്ലൈൻ മാത്രം വായിച്ചാൽ മതി, എല്ലാം വായിക്കാൻ കഴിയാം. അപ്പോൾ ഫ്രണ്ട് പേജിലെ എല്ലാ ഹെഡ്ലൈനുകളും ഞാൻ ഉറക്കം വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പേജ് മാറ്റാതെ തന്നെ സ്വയം പേജ് മറിയുകയാണ്. എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തുറക്കേണ്ട ആവശ്യം, തൊഴേണ്ട ആവശ്യമില്ല, വായിക്കേണ്ട ആവശ്യമില്ല, കണ്ണ് ഒന്നും ആവശ്യമില്ല. ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. വിഷയമാകുന്ന കാര്യം ഈ ബൗദ്ധികമായ ശക്തിയും ശാരീരികമായ കഴിവുകൾ നിഷ്ക്രിയമാക്കുന്നു. വായനയിൽ അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് ഒരു ആസ്വാദ്യകരമായ അനുഭൂതിയും അനുഭവം ഉണ്ടാകുന്നതിന് പകരം ഈ മുക്തിയിൽ പറഞ്ഞ ഇതുണ്ടാകും. ഒരു കവിത വായിക്കുന്നത്, ആ കവിത നിങ്ങൾ ഹൃദയപൂർവ്വം വായിക്കുമ്പോഴാണ് ഇതിന്റെ അഭിരുചി സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ലോക ബന്ധുരാജ് നാരായൺജി ഫൗണ്ടേഷൻ സ്വാതന്ത്ര്യദിന സന്ദേശവും ആസാദി പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുന്നേറുമോ എന്ന് സന്ദേഹിക്കപ്പെടുന്ന വർത്തമാനകാലത്താണ് ഇവിടെ നിങ്ങൾ ആദരവ് നൽകിയ കണ്ടുപിടിച്ച് ആദരിക്കുക, ആദരവ് സമരത്തിൽ വരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് രചയിതാക്കളുമായി അനാദരവിൻ്റെ രൗദ്രഭാവങ്ങളാണ്. ലോകാരാധനായ മഹാത്മാഗാന്ധി രാജ്യത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തുൾപ്പെടെ ദേശീയ മഹാത്മാ ഈ രാജ്യത്തെ സൃഷ്ടിച്ചവർ, ഈ രാജ്യത്തിന് ജീവിതത്യാഗം ചെയ്തിട്ടുള്ള മഹാശക്തി കഴിയുന്നു. അവരെല്ലാം ശിവഭൂതമാക്കുവാനും ചരിത്രത്തിൽ അനുഭവിക്കുവാനും നടത്തുമ്പോൾ ഭാര്യഹാസ്യക്ഷ എന്ന ദേശഭക്തി ഗാനം പോലും മാറ്റിക്കൊടുമ്പോൾ ബാബരി മസ്ജിദ് എന്ന പേര് പോലും മാറ്റിക്കൊടുപ്പോൾ നമ്മൾ ധരിക്കുന്നു. ആ ഭയപ്പാട് യാഥാർത്ഥ്യവൽക്കരിക്കാൻ തയ്യാറാകത്തുള്ളൂ. പ്രമുഖ സോഷ്യലിസ്റ്റ് മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജ് നാരായൺജിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക് ബന്ധുരാജ് നാരായൺജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ആസാദി പുരസ്കാര സമർപ്പണവും സ്വാതന്ത്ര്യദിന സന്ദേശവുമാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നത്. മാധ്യമ, കലാ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തകർക്കാണ് ആസാദി പുരസ്കാരങ്ങൾ നൽകുന്നത്. മികച്ച കൗൺസിലർക്കുള്ള പുരസ്കാരം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്കും, മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഷമ മുഹമ്മദിനും, മികച്ച പൊതുപ്രവർത്തകന് KK ജയപ്രകാശിനും പുരസ്കാരങ്ങൾ നൽകി. ചടങ്ങിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ടൗൺ പ്ലാനിംഗ് ചെയർമാൻ സെയ്ദ് സിയാദ് തങ്ങൾ, ചെയർപേഴ്സൺ A മിനി, CPM സിറ്റി ലോക്കൽ സെക്രട്ടറി ഷഹ്റാസ് K തുടങ്ങിയവർ പങ്കെടുത്തു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷവും മാധ്യമ, കലാ, സാംസ്കാരിക, കാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ആസാദി പുരസ്കാര വിതരണവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിൽ ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും സ്നേഹാദരവുമാണ് ഇന്ന് നൽകിയതെന്ന് LBRN ഫൗണ്ടേഷൻ കർണാടക സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷൈഷാദ് ബാങ്സൻ പറഞ്ഞു. ആസാദി പുരസ്കാരത്തിൻ്റെ 2024 എല്ലാ വർഷവും LBRN ഫൗണ്ടേഷൻ ചെയ്തു വരുന്നത് ഇപ്രാവശ്യം കണ്ണൂരാണ് ഞങ്ങൾ നടത്തി വന്നത്. ഇത് മലബാർ ചേംബർ കൊമേഴ്സിൻ്റെ ഹാളിലാണ് ഇപ്പം പ്രോഗ്രാം കഴിഞ്ഞത്. അതിൻ്റെ കൂടെ ഇപ്പോൾ 2024 കടന്നപ്പള്ളി സാർ മിനിസ്റ്റർ വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മൾ മാധ്യമ പ്രവർത്തകരും കലാസാഹിക കാരുണ്യ പ്രവർത്തകരുമായിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഈ അവാർഡ് ഇപ്രാവശ്യം ആസാദി പുരസ്കാരം വിതരണം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. നന്ദി.
എളയാവൂർ CH മുഹമ്മദ് കോയ സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സ്കൂളിന്റെ സർവോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ച് നിസ്തുല സേവനം ചെയ്ത മുഹമ്മദ് അലി കൂടാളിയെ അധ്യാപകർ ആദരിച്ചു. PTA പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ രക്ഷാകർതൃ സമിതിയുടെ സ്നേഹോപഹാരം കൈമാറി. എല്ലാ പ്രവർത്തനങ്ങളിലൂടെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഒരു അപ്രിസിയേഷൻ എന്ന നിലയിലാണ് ഈ ഒരു ചടങ്ങ്. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹാദരമാണ് ഇവിടെ രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റ് അംഗങ്ങളൊക്കെ ചേർന്ന്. ആത്മാർത്ഥതയോടെയുള്ള ക്രിയാത്മക ഇടപെടലുകളായിരുന്നു മുഹമ്മദ് അലി സാഹിബിൻ്റേതെന്ന് പ്രിൻസിപ്പൽ C. സുഹൈൽ മാസ്റ്ററും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ ഉതകുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റേതെന്ന് ഹെഡ് മാസ്റ്റർ സുബൈർ മാസ്റ്ററും അഭിപ്രായപ്പെട്ടു. PTA വൈസ് പ്രസിഡന്റ് MPM അഷ്റഫ്, മദർ PTA പ്രസിഡന്റ് സഹീറ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുംതാസ് VV, അസ്ലം വലിയന്നൂർ, ഷക്കീർ മൗഞ്ചേരി, ഇംതിയാസ് പുറത്തിൽ, സ്റ്റാഫ് സെക്രട്ടറി പുഷ്പജൻ, അധ്യാപകരായ പ്രവീൺ K, പ്രകാശൻ A, വിനോദ് കുമാർ KP എന്നിവർ അനുമോദനം നേർന്നുകൊണ്ട് സംസാരിച്ചു. CHM സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചത് ഭാഗ്യമാണെന്നും രക്ഷിതാവ് അല്ലെങ്കിൽ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് തുടർന്നും സ്കൂളിന് വേണ്ടി ഒപ്പം ഉണ്ടാകുമെന്നും മുഹമ്മദ് അലി കൂടാളി മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നെസ്റ്റ് ആർട്ട് ഗാലറി ആർട്ട് യോഗ സെന്റർ പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. നെസ്റ്റ് അപ്പാർട്ട്മെന്റിൽ പ്രശസ്ത ശില്പി വത്സൻ കൂർമ കൊല്ലേരി ഉദ്ഘാടനം ചെയ്തു. യോഗ സെന്റർ ഉദ്ഘാടനം പ്രശസ്ത കവിയും സംഗീതജ്ഞനുമായ ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. കവികളുടെ ഗാലറിയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ വീട്ടിലും ഒരു ചിത്രമെങ്കിലും ഉണ്ടാവണം. അത് എവിടുന്ന് ആര് തുടങ്ങിയൊന്നും അറിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ആവശ്യമാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അവർ സ്വയം മനസ്സിലാക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് വാസ്തവത്തിൽ ആ ആത്മവിദ്യനൊക്കെ വളർത്തിയത്. അപ്പോൾ ഒരു ചിത്രം വാസ്തവത്തിൽ നമ്മളെ കാണാൻ പറ്റുന്ന നമ്മൾ ഓർക്കണം. ഓരോ ചിത്രവും എത്രയോ വളർന്ന മനുഷ്യന്മാർ പല പ്രാക്ടീസ് സെൽഫ് ടോട്ടും എല്ലാം ഉണ്ടാവും. അവരൊക്കെ കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മളെ കാണാനെത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വരച്ചതല്ലെങ്കിലും നമുക്കത് കാരണം ഒരു മാറ്റം തീർച്ചയായിട്ടും സംഭവിക്കും. ജില്ലയിൽ 24 മണിക്കൂറും തുറന്നു വയ്ക്കുന്ന ആദ്യ ആർട്ട് ഗാലറി എന്ന ബഹുമതി ഇനി നെസ്റ്റ് ആർട്ട് ഗാലറിക്ക് സ്വന്തം. ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ KT ബാബുരാജ് മുഖ്യ അതിഥിയായിരുന്നു. ആർട്ടിസ്റ്റുമാരായ ഹരീന്ദ്രൻ ചാലാട്, സത്യനാഥ്, ശ്രീജ, ജെയിൻ കാലിക്കറ്റ്, ജോയ് ചാക്കോ എന്നിവർ സംസാരിച്ചു. നെസ്റ്റ് അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AK ബിജുരാജ്, ഗാലറി കോർഡിനേറ്റർ പുഷ്പ ദിനേശ് എന്നിവരും പങ്കെടുത്തു. ഓൾ കേരള മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ സമ്മേളനം നടന്നു. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിദാദാസ് RJ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും MLSPക്കാർ വേണം, എന്നാൽ നമ്മുടെ പേര് മാത്രം എന്തെങ്കിലും വരുമ്പം അത് ഉഴച്ചു കാണുന്നില്ല ഒരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയല്ല, ഇനി നമ്മളായിട്ട് തന്നെ അറിയപ്പെടാനും നമ്മളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ MLSPമാരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഇത് അങ്ങനെ തുടർന്ന് പോകുമെന്നും അതിനായി നിങ്ങളെല്ലാവരും ഒന്നടങ്കം പ്രവർത്തിക്കുമെന്നും നിങ്ങൾ പ്രവർത്തിക്കണമെന്നും അങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ ഒരു പ്രസ്ഥാനമായി തന്നെ മാറണമെന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നമ്മൾ പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ MLSമാരുടെ ഉന്നമനത്തിന് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കുമെന്നും നമ്മൾ ആശംസിക്കുന്നു. ഈ ഒരു ഉദ്ഘാടനം പ്രസിഡന്റ് നിഷ C അധ്യക്ഷത വഹിച്ചു. JR CK, പ്രബിൻ AP, അജിത് എന്നിവർ മുഖ്യാതിഥികളായി. രാഖി കൃഷ്ണ, പ്രതിഭ, ലിജി, ഷംന, സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുല്യ ജോലിക്ക് തുല്യ വേതനം. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് വേതനവും ആനുകൂല്യങ്ങളും യഥാസമയം ഉറപ്പാക്കുക. തസ്തിക ദേശീയ തലത്തിലേതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുഞ്ഞിമംഗലം തീയക്ഷേമ സഭയും CPMഉം തമ്മിൽ അസ്വാരസ്യം. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭാപ്രവർത്തകരും CPM അണികളും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലും നടക്കുന്നു. തെക്കുംപാടി യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും ആദര സദസ്സും നടന്നതിന് പിന്നാലെയാണ് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായത്.
കുഞ്ഞിമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് തീയക്ഷേമ സഭാ പ്രവർത്തകരും CPM അണികളും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവായത്. ചെറിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് പിന്നീട് കയ്യേറ്റങ്ങളിലേക്കും പോലീസിന്റെ കർശന നടപടികളിലേക്കും കടക്കുന്നത്. കുഞ്ഞിമംഗലത്തെ തെക്കുംപാടി യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും ആദര സദസ്സും നടന്നതിന് പിന്നാലെയാണ് കയ്യാങ്കളികൾ അരങ്ങേറിയത്. തീയക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങ് നടന്ന ദിവസങ്ങൾ പിന്നിടുന്നതിനിടയിലാണ് ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയത്. പോലീസ് കർശന നടപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടയിൽ SI അടക്കം 3 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈയൊരു ഭാഗങ്ങളിൽ നിരന്തരമായി പ്രശ്നങ്ങൾ നടക്കുന്നതിനാൽ തന്നെയും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏതാനും ചിലർ പാർട്ടിക്കെതിരെ തിരിഞ്ഞതായും നേതാക്കൾ ആരോപിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ലോക്സഭാ ഇലക്ഷനിൽ പ്രകടമായതായും പ്രവർത്തകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഇതിനിടയിലും സഭ അതിന്റെ പ്രവർത്തനം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6555, പവന് 52,440, വെള്ളി 88 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 78ാം സ്വാതന്ത്ര്യദിന നിറവിൽ നാടെങ്ങും ആഘോഷ പരിപാടികൾ. കലക്ട്രേറ്റ് മൈതാനിയിൽ പതാക ഉയർത്തി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. സ്കൂളുകളിലും ആഘോഷ പരിപാടികൾ. അഴീക്കോട് മണ്ഡലത്തിലെ വായനശാലകൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുസ്തകങ്ങൾ നൽകുന്നത് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി. 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് 17 ഗ്രന്ഥശാലകൾക്ക് കൈമാറിയത്. മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നൽകി. ആസാദി പുരസ്കാര സമർപ്പണം നടന്നു. പുരസ്കാരം കലാ, സാംസ്കാരിക, സാമൂഹിക, മാധ്യമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. ചടങ്ങിൽ സ്വാതന്ത്ര്യദിന സന്ദേശവും കൈമാറി. PP ദിവ്യയ്ക്കും ഷമാ മുഹമ്മദിനും പുരസ്കാരങ്ങൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.